ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഡസ് വാലി ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാന് വലിയ തിരിച്ചടി കൊടുത്തിരുന്നു. ഇത് പാകിസ്ഥാനിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. കാരണം പാകിസ്ഥാനിലെ ചെനാബ് നദിയിലെ വെള്ളത്തിൻ്റെ അളവിലെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. 2 പ്രവിശ്യകൾ പാകിസ്ഥാനിൽ കലാപകലുഷിതമായി മുന്നേറുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അലയൊലികൾ ബംഗ്ലാദേശിലും അലയടിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന് പുറമെ ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ബംഗ്ലാദേശിന് ഈ ഇൻഡസ് വാലി ട്രീറ്റി പാകിസ്ഥാനെ കട്ട് ചെയ്തതുപോലെ ഒരു ശക്തമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. എന്താണ് ആ സർജിക്കൽ സ്ട്രൈക്ക് എന്നല്ലേ? യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വാർത്ത വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ജലയുദ്ധം അത് ബംഗ്ലാദേശുമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പ്രൊഫസർ മുഹമ്മദ് യൂനിസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നയിക്കുന്ന ബംഗ്ലാദേശ് സർക്കാരുകൾക്കിടയിൽ വളർന്നു വരുന്ന പോരാട്ടത്തിനിടയിൽ ഇന്ത്യൻ സർക്കാർ വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിലുടനീളം ഞെട്ടൽ തരംഗങ്ങൾ ഇത് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിയിലൂടെ പുറത്താക്കിയതിനു ശേഷം ഇന്ത്യ വിരുദ്ധ നേതാവ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിന്റെ ഇടക്കാല തിരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാർ ബംഗ്ലാദേശിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇന്ത്യ വിരുദ്ധ സർക്കാർ നിരവധി നടപടികൾ ഇന്ത്യക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ബംഗ്ലാദേശുമായുള്ള ഗംഗാജല കരാറിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ നരേന്ദ്രമോദി സർക്കാർ പദ്ധതിയിടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗംഗാജല ഉടമ്പടിയെക്കുറിച്ചും അതിൻ്റെ നിബന്ധനകളിൽ ഇന്ത്യ ചർച്ചകൾക്ക് തയ്യാറാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പ്രധാനമായും ഇന്ത്യ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശുമായുള്ള 1996 ഗംഗാജല കരാറിൻ്റെ നിബന്ധനകൾ പരിഷ്കരിക്കുന്നതിനായി ഇന്ത്യ സജീവമായി സമ്മർദ്ദം ചെലുത്തുകയാണ്. അടുത്ത വർഷം 2026 അതിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ജലസേചനം, തുറമുഖ അറ്റകുറ്റപ്പണി, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കനുസൃതമായി ഇന്ത്യ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ നിബന്ധനകൾക്ക് പുറമെ കരാർ കാലയളവ് 30 വർഷത്തിൽ നിന്ന് 10 വർഷമായി കുറയ്ക്കാനും ഇന്ത്യയുടെ ലീൻ സീസൺ ജലത്തിൻ്റെ വിഹിതം 30,000 മുതൽ 35,000 ക്യൂസെക്സ് വർദ്ധിപ്പിക്കാനും ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പഹൽഗാമിന് മുമ്പ്, അതായത് പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ഈ കരാർ 30 വർഷം കൂടെ നീട്ടണമെന്ന് ബംഗ്ലാദേശ് നമ്മളോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും 1996 ഡിസംബർ 12 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഗംഗാജല ഉടമ്പടി കരാറിൽ ഏർപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഫറാക്ക അണക്കെട്ടിൻ്റെ ചുറ്റുമുള്ള വരണ്ട കാലാവസ്ഥയിൽ നദീജലം പങ്കിടുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ജല കരാറിൽ നമ്മൾ വലിയ ഭേദഗതികൾ വരുത്തി കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇൻഡസ് വാലി ട്രീറ്റി പോലെ നമ്മൾ പല രാജ്യങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന നദികൾ പങ്കിടുന്ന രാജ്യങ്ങൾക്ക് മാനുഷികപരമായിട്ടുള്ള പരിഗണന അവർക്ക് കൊടുക്കുമ്പോൾ അവർ തിരിച്ചത് തരുന്നില്ല എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഇന്ത്യക്ക് ഉണ്ട്. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഈ ഗംഗാജല കരാറിൽ കൂടെ വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ ഇന്ത്യ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.